പേട്രിയാർക്കി എന്ന് പറയുന്ന ഒരു സംഭവം ആക്ച്വലി അത് ആർക്കും ഗുണകരമല്ല. സ്ത്രീകൾ കുറച്ചും കൂടി മെന്റലി ആണെങ്കിലും ഒക്കെ ഫിസിക്കലി അതെ ഞാൻ പറയും വളരെ സ്ട്രോങ്ങറാണ് പുരുഷന്മാരെക്കാട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. റിഗാർഡ്ലെസ് ഓഫ് യുവർ ജെൻഡർ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളെ ശക്തരാക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ കരുതുന്നത് എല്ലാവർക്കും അവനവൻ്റെ പ്രശ്നം വലുതാണ്. അതിനെ മറ്റൊരാൾ കുറച്ച് കാണുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും അയാളെ ഹേർട്ട് ചെയ്യും. ദ ഫോർത്തിനൊപ്പം ആനന്ദ് മധുസൂദനൻ ആൻഡ് ചിന്നു ചാന്ദിനി. സ്വാഗതം. താങ്ക് യു. പണ്ട് പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞ പാട്ട് അങ്ങ് വൈറലായി നിൽക്കുന്ന സമയത്ത് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാന്ന് അന്വേഷിച്ചു പോയപ്പോൾ ആദ്യമായി കണ്ടതാണ് ആനന്ദ് മധുസൂദനൻ എന്ന പേര്. പിന്നെ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം തിരക്കഥ ആനന്ദ് മധുസൂദനൻ എന്ന് കണ്ടു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം തന്നെ അതിലെ നായകൻ അല്ലെങ്കിൽ പ്രധാന കഥാപാത്രം എന്നറിയുന്നത്. ഇത്രയും കാലത്തിന് ശേഷം ഒരു സിനിമ സംഭവിക്കുന്നത് എങ്ങനെയാണ്? അതും വിശേഷം പോലെ ഒരു പ്രത്യേകമായ ടോപ്പിക്കിൽ ഒരു സിനിമ സംഭവിക്കുന്നത് എങ്ങനെയാണ്? വിശേഷം ചിന്തിച്ചു തുടങ്ങുന്നത് 2020 തുടക്കത്തിലൊക്കെയാണ്. എനിക്ക് തോന്നുന്നു 2019 ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും എൻ്റെ മനസ്സിലൊരു ത്രെഡ് ഉണ്ട്. 20 ആക്കിയപ്പോഴാണ് ഞാനിത് ആരോടെങ്കിലൊക്കെ പറയാൻ തുടങ്ങുന്നത്. എനിക്ക് പൊതുവേ ഉള്ള സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ ഈ മ്യൂസിക്കും ഒക്കെ കൊണ്ടു നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കഥ പറയാൻ ഇഷ്ടം. അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തില്ല, നമ്മുടെ അടുത്ത സൗഹൃദങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന കാര്യമാണ്. നമ്മുടെ സംവിധായകൻ സൂരജേട്ടൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ സിനിമയ്ക്ക് മുമ്പേ അടുപ്പമുള്ളവരാണ്. ഞങ്ങൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് ഒരുമിച്ച് ചെയ്തിട്ടുള്ളവരാണ്. സൂരജേട്ടനോടൊക്കെ നമുക്ക് എന്തും പറയാം. അങ്ങനെ എൻ്റെ ധൈര്യമുള്ള ഏരിയയാണ് അത്, സോണാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. പല കഥകളും പറയാറുണ്ട്. ആ കൂട്ടത്തിൽ വന്ന ഒരു കഥയാണ് വിശേഷം. അപ്പോൾ വിശേഷം വളരെ എനിക്ക് തോന്നുന്നു റെലവൻറ്റും കറൻറ്റുമായിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത്. അതിനെ ഏറ്റവും രസകരമായിട്ട് സാധാരണക്കാരിലേക്ക് വളരെ ലളിതമായിട്ട് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞങ്ങളത് ആലോചിച്ചെങ്കിലും ഈ ഷൂട്ട് ചെയ്യാനുള്ള കോവിഡിന്റെ സമയമായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ലൊക്കേഷനൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അന്നേരമാണ് ഞങ്ങൾ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞൊരു സിനിമ ഭാഗമാണ്. അത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത പടം. അത് കഴിഞ്ഞ ഉടനെ വീണ്ടും നമ്മൾ എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും വിശേഷത്തിലേക്ക് തന്നെ വന്നു. അങ്ങനെയാണ് ഈ 4 വർഷത്തിന് ശേഷം ഇപ്പോൾ വിശേഷം സംഭവിച്ചിരിക്കുന്നത്. തിരക്കഥയുടെ സമയത്ത് തന്നെ ചിന്നു അതിലേക്ക് ഇന്നായിരുന്നു? അതോ ചിന്നുവിന് മനസ്സിൽ കരുതിയായിരുന്നോ ചിന്നുയുടെ കഥാപാത്രത്തെ എഴുതിയിട്ടുണ്ടായിരുന്നത്? അല്ല, ഞാൻ കഥ എഴുതുമ്പോൾ ആരെയും മനസ്സിൽ കാണാറില്ല. അത് ചിന്നുവിനെയും കണ്ടിട്ടില്ല, എന്നെയും കണ്ടിട്ടില്ല, എന്നെ തീരെ കണ്ടിട്ടില്ല. അപ്പോൾ കഥ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ആരാണ് അവിടെ കാസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതാലോചിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല ആൾ ചിന്നുവായിരുന്നു. ആ കഥാപാത്രത്തിന് സജിത എന്നാണ് പേര്. സജിത ഒരു പോലീസുകാരിയാണ്. എന്നാൽ ചിന്നു ഓൾറെഡി പോലീസ് കഥാപാത്രമൊക്കെ ചെയ്തിട്ടുണ്ട് ജാക്സൺ ബസാറിലൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ ടോട്ടലി വേറെ സോണിലേക്കുന്ന ഒരു പോലീസ് കഥാപാത്രമാണ്. പിന്നെ ഈ സിനിമ ചിന്നുവിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സിനിമയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ സിനിമയിൽ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളത് കൊണ്ടും അത് ചിന്നുവിന്റെ എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് സൈഡുകൾ അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത്തരത്തിൽ ഒരു പുതിയ കാഴ്ച ചിന്നുവിൽ നിന്ന് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ചിന്നുവിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ചിന്നുവിൽ നിന്ന് ഞാൻ ഇതുവരെ കാണാത്ത ഒരു മുഖം എനിക്കതിൽ ഒരു സീനിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഫസ്റ്റ് നൈറ്റിന്റെ സമയത്തുള്ള ചിരി, ചിരിയും ഒക്കെ അത് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ ചിരി ഇവിടെ കാണുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു. അല്ലേ, അത് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ എന്തായാലും താല്പര്യം ഉണ്ടാവുമല്ലോ ഒരു ആക്ടർ എന്ന നിലയ്ക്ക്. അങ്ങനെയുള്ള റൊമാൻസ് ചെയ്യണം താല്പര്യം മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു സീൻ വായിക്കുന്ന സമയത്ത് അത് എങ്ങനെ ചെയ്തെടുക്കണം പതിവിൽ നിന്ന് വ്യത്യാസമായി എന്നെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സീനുകളിൽ ഒന്നായിരുന്നു ആ സീൻ. കാരണം എനിക്ക് വായിച്ചിട്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത, കാരണം അതിനെക്കാട്ടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള കുറേ സീൻസ് ആ പടത്തിലുണ്ട്. അല്ലാത്ത സീൻസ് ഉണ്ട്, കോമഡി എന്ന് വെച്ചാൽ സിറ്റുവേഷണൽ കോമഡി ഉള്ള സീൻസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് ഈ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ആയിരുന്നു. കാരണം എന്താ അവിടെ വേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ആക്ച്വലി സൂര്യചേട്ടനെ ആണെങ്കിലും അന്നേരനെ ആണെങ്കിലും പിന്നെ വന്നവരെയും പോകുന്നവരുടെ ഒക്കെ ഇൻപുട്ട് എടുത്താണ് അതങ്ങനെ ആ സീൻ അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഞാൻ
ഒരുപാട് ബുദ്ധിമുട്ടിയ സീനാണത്. പക്ഷെ പതിവ് സിനിമകളിൽ കാണുന്ന ഒരു ഫസ്റ്റ് നൈറ്റ് ഡയലോഗ്സ് ഒന്നും അല്ല നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത്തരം എഴുത്തുകളിലായിട്ട് കിടക്കുന്ന സമയത്ത് ഇപ്പൊ 2020 ആലോചന വന്നതെന്ന് പറഞ്ഞു, 24 നിൽക്കുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ സംസാരിക്കുന്ന വിഷയത്തിൽ മാത്രം വലിയ മാറ്റം സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള എന്നുള്ളതാണ്, ഇല്ല എന്നുള്ളതാണ് ഒരു പ്ലസ്. അപ്പൊ ആ രീതിയിൽ എഴുത്തിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം പിന്നീട് കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ടോ? എഴുത്തിന്റെ സ്വഭാവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീനുകളടക്കം എല്ലാം നമ്മൾ റീവർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു ഇവോൾവ് ചെയ്ത സ്ക്രിപ്റ്റാണ്. 2020 എന്താണ് ഞാൻ ചിന്തിച്ച് അത് തന്നെയല്ല ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഈവൻ പല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിന്റെ ഇൻട്രോ ഇങ്ങനെ ആയിരുന്നില്ല, അതിന്റെ ടുവേർഡ്സ് ക്ലൈമാക്സ് ഇങ്ങനെ ആയിരുന്നില്ല, ഒക്കെ മാറ്റി ഇട്ടുണ്ട്. പക്ഷെ ഇൻ ടു ദ സീൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സീനിൽ ഇതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം വ്യക്തതയുണ്ടായിരുന്നു. പിന്നെ പർട്ടിക്കുലർലി ഈ ഫസ്റ്റ് നൈറ്റ് സീനിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് നൈറ്റ് സീൻ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ പുതിയ കാര്യമൊന്നുമല്ല. ഒരുപാട് മലയാള സിനിമയിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് തവണ കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ വിഷയം ഇതായത് കൊണ്ടും ഇതിനകത്ത് ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ഒരു പാസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഒരു രണ്ടാം കല്യാണം, ആദ്യ വിവാഹം അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവരെന്തായിരിക്കും സംസാരിക്കുക, അതിനകത്ത് പുതിയൊരു കാര്യം സംസാരിക്കാൻ ഉണ്ടാവുന്നു. ആ ചിന്തയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എനിക്ക് തോന്നുന്നു, കാരണം ഈ പർട്ടിക്കുലർ സീൻ നമ്മൾ 2 രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 വ്യത്യസ്ത ദിവസങ്ങളിൽ. അപ്പോൾ കുറച്ച് പൊളിച്ചെഴുത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്തും സൂര്യചേട്ടനും അന്തേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം ഈ പറയുന്ന അത് ക്ലീഷ് അങ്ങനത്തെ പരിപാടി നമുക്ക് വേണ്ട എന്നുള്ള ചില കാര്യങ്ങളൊക്കെ അവർ അവോയ്ഡ് ചെയ്ത് അതിനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. ഈ പറഞ്ഞ പോലെ ആ സീൻ ആദ്യം ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയി, അത് ഇമ്മീഡിയറ്റ് ഡേയ്സിലായിരുന്നു. സെക്കൻഡ് ഡേ ആണ്. ഒന്നാമത് ഞങ്ങൾ രണ്ടുപേരും തന്നെ നീ ആരാ ഞാൻ ആരാന്ന് പറഞ്ഞ മാതിരി, അതായത് ഞങ്ങൾ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല, നമുക്ക് അത്ര പരിചയമുള്ളൂ. കാരണം ഞാൻ കഥ നറേറ്റ് ചെയ്ത് സൂം കോളിലാണ്, പിന്നെ അത് കഴിഞ്ഞ ഒരു തവണ നാട്ടിൽ കണ്ടു, പിന്നെ നമ്മൾ ഷൂട്ടിലാണ് കാണുന്നത്. അപ്പൊ ഇമ്മീഡിയറ്റ്ലി സെക്കൻഡ് ഫസ്റ്റ് നൈറ്റ് അയ്യോ എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ ആ ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തി, ഇത് ശരിയാവണില്ല, ഇത് വർക്കല്ല എന്ന് തോന്നി. ദെൻ എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 15-ാമത്തെ ദിവസം 16-ാമത്തെ ദിവസം കണ്ടാണ് ഞങ്ങൾ രണ്ടാമത് അതിൽ ഷെഡ്യൂൾ ചെയ്ത് വരുന്നത്. അപ്പോഴേക്കും ഞങ്ങളും ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അതിനെക്കാട്ടും ഉപരി ആ സീനിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അത് പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ ഫസ്റ്റ് നൈറ്റിൽ വന്നെത്തി നിൽക്കുന്നതിന് മുൻപ് ഷിജുവിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരാളല്ല ഷിജു എന്ന് ഒന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സീന് കൂടിയാണ് അതെന്ന് തോന്നുന്നു. അതുവരെ ഷിജു എങ്ങനെയായിരിക്കും അവിടെ ബിഹേവ് ചെയ്യാന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയ ഒരു പെർഫോമൻസ് ആണ് ആ സമയത്ത് ഷിജുവിന്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ഈ ആളുകളുടെ രൂപം വെച്ച് അവരുടെ പെരുമാറ്റം വെച്ച് ആളുകളെ ജഡ്ജ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ചുറ്റുപാടിന്, അതിനെ ശരിക്കും പറഞ്ഞ അതിനൊരു മറുപടിയായിരുന്നു. അത് അങ്ങനെ ബോധപൂർവം ചെയ്തതാണോ? അതുവരെ ഷിജുവിന്റെ ക്യാരക്ടറിന് കൊടുത്തിരുന്ന ഒരു ബിൽഡപ്പ് വേറെയായിരുന്നു, അതിനുശേഷം ഷിജു മാറുന്നത് നമുക്ക് ശരിക്കും വിസിബിൾ ആവുന്നുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഷിജുവിന് ഒരു കാര്യം ലൈഫിൽ മിസ്സിംഗ് ആണ്. ആദ്യം തുടക്കത്തില് അയാൾക്ക് എല്ലാം നഷ്ടങ്ങളുടെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അയാള് ഒരു കാര്യം നേടുന്നത് ആദ്യമായിട്ടാണ്, അത് സജിതയാണ് നേടുന്നത്. ദെൻ അയാൾക്ക് ഒരു പക്ഷേ ഈ നഷ്ടങ്ങൾക്ക് മുമ്പ് അയാൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ കാണിക്കുന്നില്ല, അത് പറയുന്നില്ല എവിടെയും. അയാൾ വളരെ നോർമൽ ആയിട്ടുള്ള ഒരാളാണ്. ആ നോർമാലിറ്റിയിൽ നിന്ന് അയാൾ താഴേക്ക് വീണു പോകുന്നത് ചില ജീവിത സാഹചര്യങ്ങളിൽ കൂടി അയാൾ പോയേണ്ടി വന്നപ്പോഴാണ്. അപ്പൊ നമ്മള് ഡിപ്രഷനിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും പിടിവള്ളി കിട്ടുമ്പോഴാണല്ലോ തിരിച്ച് കയറി വരിക. അത്ര ഒരു പിടിവള്ളിയാണ് അയാളെ സംബന്ധിച്ച്. അപ്പൊ ആ മാറ്റമുണ്ട്. ഒന്ന് മാറ്റത്തിനെക്കാട്ടുപരി ഞാൻ പറഞ്ഞത് പറയാതെ വച്ചിരിക്കുന്ന ഒരു പാസ്റ്റ് ഉണ്ട് അയാൾക്ക്, അത് അയാളിലേക്ക് തിരിച്ചു വന്നതായിരിക്കാം. അപ്പൊ കാരണം ഞാൻ ഈ കഥാപാത്രം എഴുതുമ്പോഴും അവതരിപ്പിക്കുമ്പോഴൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ സാധാരണ ഒരാളാണ്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള കുറവുകളും അധികവും എല്ലാം ഉള്ള സാധാരണ ഒരാളാണ്. അയാൾ ആ രീതിയിൽ വേണം ഇതാക്കാൻ. അപ്പൊ തുടക്കത്തില് അയാളെ എന്താണെന്ന് മനസ്സിലാക്കി വരാനുള്ള സമയം എടുക്കുകയും അയാൾ ഇങ്ങനെ ചെയ്യില്ലേ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന മൊമെന്റും കൂടിയാണ് അത്. അതുപോലെ ചിന്നുവിന് പല സിനിമകളും ചിന്നുവിന് ഈ ആക്ഷൻ രംഗങ്ങൾക്കൊരു സാധ്യത കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് തന്നെ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായി 2 സീനിൽ ആക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ദിലീഷ് പോത്തനൊക്കെ ഇടിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് ഷൂട്ട് ചെയ്യാൻ നല്ല ഫണ്ണാണ്. ഒന്ന്
നമ്മുടെ കൂടെ അഷ്റഫ് ഗുരുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം തന്നെ ഫുൾ വൈബാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ മൈക്ക് ഒന്നും വേണ്ട, അദ്ദേഹം ഫുൾ ഓൺ ആയിട്ട് എല്ലാം ഇത് ചെയ്ത് ചാർട്ട് ചെയ്ത് കൊറിയോഗ്രാഫ് ചെയ്ത്. അതിനോടൊപ്പം ദിലീഷ് ചേട്ടൻ്റെ കൂടെ ഞാൻ ആക്ച്വലി ഗോളം എന്ന് പറയുന്ന പടത്തിൽ കുറച്ച് ദിവസം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മൂവിയിൽ നമ്മൾ ഈ പർട്ടിക്കുലർ ദിവസമാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പം ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ദിലീഷ് ചേട്ടനോട് ആ ഒരു എക്സ്ട്രാ ബഹുമാനം ഉള്ളത് കൊണ്ട് തന്നെ ഈ സീക്വൻസ് ഒക്കെ വന്നപ്പോൾ കുറച്ചൊരു ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു പേടി സത്യം പറഞ്ഞാൽ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ദിലീഷ് ചേട്ടൻ ഭയങ്കര സ്പോർട്ടീവായിട്ട് ഓക്കെ ഇങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ എനിക്ക് ചിലയിടത്തൊക്കെ എൻ്റെ അടുത്ത് ലൈക്ക് കുഴപ്പമില്ല കേട്ടോ, ഈ ചവിട്ടിക്കോളും ഇരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഇത് ശരിയാവും. പുള്ളിക്കാരൻ പറയും കുഴപ്പമില്ല പ്രോപ്പറായിട്ട്. അപ്പം ഹീസ് ലൈക്ക് വെരി സപ്പോർട്ടീവ്. അപ്പം ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ, ഈ പറയുന്ന 5 സിനിമകളിൽ ഒരു സിനിമയ്ക്കുള്ള കണ്ടന്റ് ഇതായി എന്നുള്ള ഒരു സംഭവമായിരുന്നു. നമ്മള് സാധാരണ ഒരു ഇപ്പം നമ്മൾ പറയുന്നു നമ്മുടെ ലൈഫിൽ നടക്കുന്ന കഥയാണ്, ഞാൻ നായകൻ അല്ലെങ്കിൽ നായികൻ തോന്നിപ്പിക്കുന്ന കഥയാണ് എന്നൊക്കെ. അപ്പോഴും ഇതിലൊരു വ്യത്യാസമായി തോന്നിയൊരു കാര്യമാണ്, ചിന്നുവിനെ കല്യാണാലോചനയായി വരുന്ന സമയത്ത് സജിതയെ ആലോചന വരുന്ന സമയത്ത് ഷിജുവിന്റെ വീട്ടില് സിസ്റ്റർ മാത്രമാണ് ഒരു അഭിപ്രായം പറഞ്ഞത്, തടി തോന്നുന്നുണ്ടോ, അപ്പൊ അങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് സംസാരിക്കില്ലേ എന്ന് പറയുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഈ സിനിമ നടക്കുന്നത്. ശരിക്കുള്ള റിയൽ ലൈഫിൽ ഒരിക്കലും അത് സാധ്യമല്ലെന്ന് തോന്നുന്നു. അതും വണ്ണവും അവിടെ ചർച്ച ചെയ്യപ്പെടും, അതുപോലെ തന്നെ ഷിജുവിന്റെ മുടിയും അവിടെ ചർച്ച ചെയ്യപ്പെടും. അത് ബോധപൂർവ്വം മാറ്റി നിർത്തിയിട്ടുള്ള ഒരു തിരക്കഥയാണ് കണ്ടിട്ടുള്ളത്. ഈ ബോഡി ഷെയിം എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല, തിരിച്ച് മറ്റേ നമ്മുടെ വിശേഷം ആയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാധനത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് അങ്ങനെ മാറ്റി നിർത്തിയതാണോ അതോ ഇങ്ങനെ ഒരു സമൂഹത്തിലാണോ കഥ നടക്കുന്നത്? അതായത് അതിനകത്ത് ആ ചോദ്യം വന്നല്ലോ, ആ ചോദ്യം നേരിയ രീതിയിൽ പറയുകയാണെങ്കിൽ അൽത്താഫിന്റെ ചില കമന്റുകളുണ്ട്. അൽത്താഫിന്റെ കഥാപാത്രം സജി എന്ന് പറഞ്ഞത് അത് മുഴുവൻ ഈ സമൂഹത്തിൽ ചോദിക്കുന്ന പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. എല്ലാം സുഖകരമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല പറഞ്ഞോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം കമന്റുകളല്ല പറയുക. ഈ ഷിജുവിന്റെ കഷണ്ടിത്തല നോക്കിയിട്ടാണ് അയാളുടെ വയസ്സ് എത്രയായിരിക്കുമെന്നാണ് നാട്ടുകാർ കരുതുന്നതെന്ന് പറയുന്നത്. അവിടെ ബോഡി ഷേമിംഗ് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ നമ്മളത് ലൗഡറായിട്ട് പറയുന്നില്ല, അത്രേ ഉള്ളൂ. ഇവിടെ എല്ലാവരും ഉണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ എനിക്ക് ഇതിൽ എന്താണ് ഇത്ര രസം എന്ന് തോന്നിയിട്ടില്ല ആസ് എ റൈറ്റർ. ഒരു ആള് നിൽക്കുന്നത് വെച്ചിട്ട് അയാളുടെ രൂപത്തിനെ വെച്ചിട്ട് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഹാസ്യമായിക്കോട്ടെ, അതൊരു ഹാസ്യമല്ല എന്നെ സംബന്ധിച്ച്. പിന്നെ എനിക്ക് അതിനകത്ത് ഒരു കുറവായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇറ്റ് റെപ്രസെന്റ്സ് മീ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ റൈറ്റർ ആയിരിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ അത് റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സൊസൈറ്റിയുടെ ഭാഗമായിട്ട് റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് 2 കഥാപാത്രങ്ങൾ 2 ചോദ്യങ്ങൾ ചോദിച്ചു കൃത്യമായിട്ട്. അവിടെ കൊണ്ട് അത് അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബോധപൂർവമായിട്ടുള്ള ശ്രമം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഡയലോഗ് പോലും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് അതൊരു ഇൻഡിക്കേഷൻ വന്നതിനെ തുടർന്ന് രണ്ടാമത് ഈ ചേച്ചി ചോദിക്കുന്ന ചോദ്യം രണ്ടാമത് എഴുതിയതാണ്. എന്റെ ഫസ്റ്റ് ലൈക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ചിന്നുവിനൊക്കെ തന്ന സ്ക്രിപ്റ്റിലൊന്നും അതില്ല, അങ്ങനത്തെ ഒരു കോൺവെർസേഷനേ ഇല്ല. ഈ തടിയെ കുറിച്ചൊന്നും ചോദിക്കുന്നു അല്ല. അതായത് ആക്ച്വലി ചിന്നുവിനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ആ സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെ നിൽക്കുക. ഇത് നമ്മൾ ഷൂട്ടിന്റെ ദിവസം കാലത്താണ് ഓക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി എഴുതിയേക്കാം എന്ന്, കാരണം സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഓക്കെ ഇനി അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ഇല്ലാതെ പോണ്ട. എങ്ങനെയാ സ്വന്തമായ ഒരു കഥാപാത്രം ചെയ്യാം ഈ സിനിമയിൽ നിന്ന് തോന്നുന്നത്? ആക്ച്വലി കഥയൊക്കെ പറഞ്ഞ് കഥയൊക്കെ നറേറ്റ് ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്ന് കഥ പറയുമ്പോൾ ഞാൻ കഥ പറയല്ല, ഇത്തിരി അഭിനയം സ്വാഭാവികമായിട്ടും വരും. കഥ പെർഫോം ചെയ്താ പറയുന്നത്. അങ്ങനെ ഉള്ളപ്പോ പലവട്ടം കഥ പിച്ച് ചെയ്യാനൊക്കെ ഇതാക്കുമ്പോ കഥ കേട്ടാണ് ഒരു ദിവസം സോറി ചേട്ടൻ ചോദിച്ചു, ഇത് നിനക്കങ്ങ് ചെയ്തൂടെ എന്ന് ചോദിച്ചു. ഞാൻ റെഡി ആയിരുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ സിനിമ എന്ന് പറഞ്ഞതിനകത്ത് ഒരു വ്യവസ്ഥിതിപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ ഒന്നും ഒരു മാർക്കറ്റുള്ള നടൻ അങ്ങനെ, കാരണം ഞാൻ എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാണുന്നത്. പിന്നീട് സൂര്യചേട്ടൻ എന്തുകൊണ്ട് എന്നുള്ള എൻ്റെ വ്യക്തമായ കുറെ ധാരണകൾ എൻ്റെ മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര സാധ്യത തോന്നിയൊരു കാര്യമായി. അതിലൊന്നെന്ന് പറയുന്നത് പ്രെഡിക്റ്റബിൾ അല്ല എന്നുള്ളതാണ്. ഞാൻ വരുമ്പോൾ ആ സീനിൽ എന്ത് സംഭവിക്കും, ഞാൻ എങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു സ്ഥിരം ഉള്ള നല്ല നടന്മാരിൽ തന്നെ മറ്റൊരാളാണെങ്കിൽ ചിലപ്പോൾ അപ്പോഴും പ്രെഡിക്റ്റബിൾ ആയിരിക്കാം. അപ്പം അത് വേണ്ട നമ്മുടെ പടത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഈ
നറേറ്റ് ചെയ്യുമ്പോഴുള്ള അഭിനയം പോലെ എല്ലാ ക്യാമറയുടെ മുമ്പിലുള്ള അഭിനയം അതെന്നെ ഇത്തിരി ആശങ്കപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചിന്നുവിന് എന്താ തോന്നിയത്? ഒപ്പം നിൽക്കുന്ന ഒരാൾ, പുതിയ ആളാണെന്ന് പറഞ്ഞു. അപ്പം ആദ്യം ചെയ്തത് ഒരു ഫസ്റ്റ് നൈറ്റ് സീനുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പം അവിടെ തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൽ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതും പുതിയ കുറച്ച് ഭാവങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ചിരിയിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എങ്ങനെയാണ് ശരിക്കും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ആക്ച്വലി ആദ്യത്തെ 2-3 ദിവസമാണ് നമുക്ക് കുറച്ച് ഐസ് ബ്രേക്കിങ്ങിന് എടുത്തത്. അത് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ആണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നതും. നമ്മൾ ആ സമയത്ത് അധികം സംസാരിച്ച് വന്നിട്ടില്ല. പിന്നീട് അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് തന്നെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഉള്ളിൽ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇതൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം നമുക്ക് എന്താ നടക്കുന്നതെന്നൊരു പിടുത്തം കിട്ടില്ല. കാരണം എസ്പെഷ്യലി നമ്മുടെ മീറ്റേഴ്സ് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ചില പർട്ടിക്കുലർ സീക്വൻസസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരുമിച്ച് ഇങ്ങനെ വന്ന് ലൈക്ക് വെയിറ്റിംഗ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇരുന്ന് അദ്ദേഹത്തിന് ഉറച്ചു ഈ പണി എനിക്കറിയാം, ഈ പണി ഞാൻ ചെയ്തത് നന്നായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറച്ചു. അപ്പോൾ ഒന്ന് സെറ്റിലായി. അപ്പം ആ സെറ്റിലായ നേരം നമ്മൾ ഒബ്വിയസ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരിക്കാൻ തുടങ്ങി. അതിനൊക്കെ ശേഷം നമ്മുടെ റാപ്പ് ഭയങ്കര സ്ട്രോങ് ആയി ആ ക്യാരക്ടേഴ്സിന്റെ. അപ്പം പിന്നെ നമുക്ക് ആ ഗിവ് ആൻഡ് ടേക്ക് കാണുമ്പോൾ യു നോ ദാറ്റ് ദിസ് ഈസ് ഹാപ്പനിങ്. സജിത ആൻഡ് ഷിജു ഇസ് എന്താ പറയുക, അവരുടെ കറക്റ്റ് ആയിട്ടുള്ള അവരുടെ ഒരു റിതം ആ മൂവിയിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ആൻഡ് ഈ പറയുന്ന പോലെ ഈസ് ക്വൈറ്റ് വാട്ട് എവർ ഹി ഡസ് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. ബിക്കോസ് നമുക്ക് അറിയില്ലല്ലോ ഇനി എന്താ വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ വെൻ യു വർക്ക് വിത്ത് വെൽ നോൺ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സ് യു നോ ലൈക്ക് ഇത് കാണുമ്പോൾ അയ്യോ ഇത് ആ പടത്തിൽ കണ്ട അതേ സാധനം അല്ലേ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഭയങ്കര ആരാധനയോടെ നോക്കി നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഇൻ ദാറ്റ് സെൻസ് ഐ തിങ്ക് there's a beautiful freshness that Shiju brings on screen, which is way different from what he is as a person. അപ്പോൾ അത് ശരിക്കും മൂവിയിൽ എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. നമ്മൾ പ്രേക്ഷകർ ഏറ്റവും ഒട്ടുമിക്ക ആളുകളും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം, തിയേറ്ററിൽ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോൺ എന്ന് പറഞ്ഞാൽ ലാർജർ ദാൻ ലൈഫ് കാണുക എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് ഇടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇടിക്കുന്ന ആളെ നായകൻ എന്ന് വിളിക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. ഇപ്പം ഇത് നമ്മളിൽ തന്നെ ഒരാളുടെ കഥ പറയാണ്. അപ്പം അതിലൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. പറ്റിയില്ലെങ്കിൽ അത് അവിടെ വർക്കാവില്ല എന്നുണ്ട്. അതൊരു ചലഞ്ചായിരുന്നോ? തീർച്ചയായിട്ടും. ഈ കഥ ഒന്നാമത്തെ കാര്യം നമ്മൾ കഥ ചിന്തിക്കുമ്പോൾ അത്തരത്തിൽ ചിന്തിച്ചു. നമുക്ക് വളരെ പരിചിതമായ രീതിയിൽ സൂപ്പർഫിഷ്യൽ അല്ലാത്ത വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും കഥാപരിസരങ്ങളും ആയിരിക്കണം. 2, നമ്മൾ ഉറക്കെ വിളിച്ചു പറയുകയാണ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ അത് വർക്കായാൽ മാത്രമേ അത് ശരിയാവുള്ളൂ. ബട്ട് അതെനിക്ക് തോന്നുന്നു നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഞാൻ കഥ എഴുതുന്നത് എൻ്റെ പരിസരത്ത് ഉള്ള കാര്യങ്ങളും എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും വെച്ചിട്ടാണ്. നമ്മുടെ സിനിമ സെറ്റിൽ തന്നെ ഞങ്ങളുടെ സെറ്റ് ഭയങ്കര ഒരു എന്താ പറയുക ഫുൾ ഓഫ് എനർജി ഉള്ള സെറ്റ്. ഞാൻ പറയാം എനർജി എന്ന് പറഞ്ഞൊരു അങ്ങനെയല്ല, എല്ലാവരും തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ് എന്നും പറയാം. എല്ലാവർക്കും ഈ സിനിമ വേണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ കാണുന്ന കാര്യം. ഈ സിനിമ സംഭവിക്കേണ്ടതാണ്, ഇവിടെ ഒരു ആവശ്യമുണ്ട് ഈ സിനിമയുടെ എന്നുള്ള ഒരു തോന്നലോ മറ്റോ ഈ എല്ലാവരും കൂട്ടിച്ചേർത്തിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈ എല്ലാവരും തമ്മിൽ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് പെരുമാറുകയും അവരൊക്കെ വളരെ സാധാരണക്കാരെ, നമുക്ക് ആരെയും ഇതിൽ താരങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബിളിലായിരുന്നില്ല. പക്ഷെ അതിന് ചേച്ചിക്ക് വന്നിരിക്കുമ്പോൾ ലിറ്ററലി വീട്ടിൽ നിന്ന് മീൻകറി വെച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മളവിടെ സെർച്ച് ചെയ്യുന്നത്. നമ്മുടെ സിനിമ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്, വളരെ ലളിതമായ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിലെ ഓരോ നടന്മാരും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബൈജു ചേട്ടനെ നമ്മളെപ്പോഴും ബൈജുചേട്ടൻ തന്നെ പറയും എല്ലാ പടത്തിലും എനിക്ക് ഒരേ ഡയലോഗ് എടുക്കടാ വണ്ടി ഇതാണ്. കാരണം പുള്ളി കൂടുതൽ ചെയ്യുന്നത് മറ്റേ ഗുണ്ട വേഷങ്ങളും ഇതൊക്കെ ആയിരുന്നു. ഇതിൽ വരുമ്പോഴാണ് ഉള്ളത്. അദ്ദേഹത്തിന് നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു റെഫറൻസ് പറയാവുന്ന കുമ്പളങ്ങി നൈറ്റ്സിലൊരു കഥാപാത്രമാണ്, ചെറിയച്ഛൻ്റെ കൊച്ചച്ഛൻ്റെ കഥാപാത്രം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരൊക്കെ വളരെ ഇവിടെ കാണാവുന്ന ആളുകളാണ്. പിന്നെ കുഞ്ഞികൃഷ്ണൻ മാഷ ക്യാരക്ടർ, ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആള്, ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതാണ്. അപ്പോൾ ആ ക്യാരക്ടറൈസേഷനും അതിലേക്ക് ഇത്തരം നടന്മാരും കൂടി വന്നു കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണ് വർക്കാവുന്നത് എന്നുള്ളത്. അതാണ് എൻ്റെ വിശ്വാസം.
ചിന്നു, നമുക്കിനി കഥയിലെ വിഷയത്തിലേക്ക് കടക്കാണ്. വിശേഷമായോ എന്ന് ചോദിക്കുന്നത് നമ്മുടെ ടിപ്പിയിൽ നമ്മൾ കേട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളിൽ ഒന്നാണ്. കല്യാണമായോ എന്ന് ചോദിക്കുന്ന പോലെ വിശേഷമായോ, ജോലിയായില്ലേ, ഇത്തരം ചോദ്യങ്ങൾക്ക് എതിരെയാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഈ വിഷയം ഇപ്പോൾ എത്രത്തോളം പ്രസക്തി ഉള്ളതാണെന്നാണ് ശരിക്കും തോന്നുന്നത്? സിനിമ നിലനിൽക്കുന്നത് ആ ഒരു പ്രസക്തിക്ക് മേളിലായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു നമ്മളിതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ സോങ്ങും ടീസറുമാണ് ആദ്യം പോയത് മൂവിയുടെ. അപ്പോൾ ആ സമയത്ത് ഓൾറെഡി നമുക്ക് മനസ്സിലായത് അതിൻ്റെ കൂടുതലും കോമൻസ് ഭയങ്കര പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ചിരിയോടുകൂടി കണ്ടിരിക്കാൻ പറ്റുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോഴും സിനിമയുടെ പേര് വിശേഷമാണെങ്കിലും അതിൻ്റെ വിഷയം എന്താണെന്ന് ആൾക്കാർക്ക് ഒരു പക്ഷെ മനസ്സിലാവാനുള്ള സാഹചര്യമായിട്ടുണ്ടാവില്ല. പക്ഷെ ട്രെയിലർ വന്നതിന് ശേഷമാണ് ആക്ച്വലി ഇതാണ് ശരിക്കും വിശേഷത്തിൻ്റെ വിശേഷം അല്ലെങ്കിൽ വിഷയം എന്ന് ആൾക്കാർക്ക് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ഓരോ കട്ട്സ് പോകുമ്പോഴും ഒക്കെ ഇപ്പം അതിനകത്തൊരു സജിത ഒരു അമ്മായിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്, എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് കട്ട്സൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ആൾക്കാരുടെ കോമൻസ് ഒക്കെ കാണുമ്പോൾ, അതായത് ഇതുപോലെ എനിക്കുണ്ട് 2 അമ്മായിമാർ, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട് എൻ്റെ ഇന്ന വീട്ടിൽ അമ്മാവൻ എപ്പോൾ കണ്ടാലും ഈ ചോദ്യം ചോദിക്കുള്ളൂ, എപ്പോൾ കണ്ടാലും എൻ്റെ അടുത്ത് ജോലിയുടെ കാര്യം, പരീക്ഷയുടെ കാര്യം, അങ്ങനെ 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 ഒരുപാട് പേര് അതിനെ അവർക്കത് ഭയങ്കരമായിട്ട് എന്താ പറയുക കണക്റ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. സോ മൂവി കാണുന്ന പലർക്കും ഒരുപക്ഷെ ചിലപ്പോൾ ഈ പറയുന്ന വിശേഷമായില്ലേ എന്നുള്ള ചോദ്യം അല്ലായിരിക്കാം, പക്ഷെ ആ ധ്വനിയിൽ വരുന്ന നമ്മുടെ സ്വകാര്യതയിലേക്ക് വരുന്ന വേറെ പല ചോദ്യങ്ങളും ഈ പറയുന്ന സൊസൈറ്റൽ പ്രഷർ കാരണം ചെയ്യേണ്ട പല കാര്യങ്ങൾ പോകുന്ന, അതെ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കാം. അത് എനിക്ക് തോന്നുന്നത് റെലവെന്റ് ആണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എന്ത് തോന്നുന്നു ആസ് എ ന്യൂ മോം, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അങ്ങനെ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? തീർച്ചയായിട്ടും പ്രസക്തി ഉണ്ട്. ഇതിൽ എനിക്ക് കോമഡി ആയിട്ട് തോന്നിയൊരു കാര്യം, നമ്മള് വിശേഷമായില്ലേ എന്ന് ചോദിച്ചവരാരും വിശേഷമായി കഴിഞ്ഞ് കുഞ്ഞെന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യൂ, കുട്ടി സ്കൂള് കഴിയട്ടെ. ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്, ഭയങ്കര ഫിനാൻഷ്യലി നമ്മള് ഇൻഡിപെൻഡന്റ് ആയില്ലെങ്കിൽ, നമ്മുടെ കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയെ വളർത്താന്ന് പറഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടുള്ള പരിപാടി വേറെ. ഇനി അടുത്ത ചോദ്യം, ഇനി കുഞ്ഞിന്റെ ഒരു കൂട്ട് വേണ്ടേ? ചോദ്യം തുടങ്ങി എന്നുള്ളതാണ്. ഈ ചോദ്യം അവസാനിക്കില്ല. ചോദ്യം അവസാനിക്കുന്നില്ല എന്നുള്ളതിനെക്കാട്ടും കഷ്ടമാണ് ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് ഇതിനകത്ത് യാതൊരുവിധ റോളും ഇല്ല, പിന്നീട് നമ്മുടെ ലൈഫിൽ റോളില്ല. അത് ഞാൻ ശരിക്കും തിരിച്ചറിയുന്നത് കുട്ടി ആയതിനു ശേഷമാണ്. ഞാൻ ഓർക്കായിരുന്നു, നമ്മളൊരു ഫാമിലി പ്ലാനിങ് ഇല്ലാതെ സാമ്പത്തികമായിട്ടൊരു നിലനിൽപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു കുട്ടി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഞാനിപ്പോ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. ഉണ്ട്. ഇതില്ലല്ലോ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കി വരുന്ന ചോദ്യമല്ലല്ലോ, എല്ലാവരിലും ചോദിക്കുന്നതാണ്. ഇവിടെ കുട്ടി ഞാൻ കണക്കാക്കുന്നത് ഈ സിനിമയുടെ ഒരു പ്രസക്തിയായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി എന്ന് പറയുന്നത് വളരെ അമൂല്യമായ ഒരു ജന്മമാണ് ഇവിടെ എടുക്കുന്നത്. ആ വ്യക്തിക്ക് ഇവിടുത്തെ ലോകത്തെ പല കാര്യങ്ങളും മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. അയാൾക്ക് വളരെ വിലയുള്ള ഒരാളാണ് പുറത്തേക്ക് വരുന്നത്, ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത്. അയാൾക്ക് അതിനുള്ളൊരു വില കൊടുക്കണം. അത് മാത്രം ചെയ്യാവൂ. അതിനൊരു ഉത്തരവാദിത്വം ഉണ്ട്. അല്ലാതെ ഇത് എന്തോ ഫോർ ദ സേക്ക് ഓഫ് മാരേജ് അല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് സൊസൈറ്റി, ഫോർ ദ സേക്ക് ഓഫ് അമ്മായിസ് ചോദ്യം എന്ന് പറയേണ്ട കാര്യമല്ല. പിന്നെ ഇതിനെക്കാട്ടൊക്കെ ഒരു ഇത് ഇവർക്ക് ആവശ്യമാണോ, ഇത് വളർത്താൻ പറ്റുന്ന അവർക്ക് ഉത്തമ ബോധ്യമുണ്ടോ, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളുണ്ട്. ഇതിപ്പോൾ +2 കഴിഞ്ഞു, ഇനി എഞ്ചിനീയറിംഗേ പഠിക്കാവൂ. ആ കൊച്ചിന് അത് എഞ്ചിനീയറിംഗ് വേണോ വേണ്ടയോ ഇതൊന്നും വിഷയമല്ല. അതിപ്പോൾ കാശ് കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ചേർക്കും, മെഡിക്കൽ കോളേജ് ചേർക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയും, ഇപ്പോൾ ഡോക്ടറോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ ഏത് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചതെന്ന്? പറ്റില്ല. ഇതുപോലത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന ഇതെല്ലാം ചോദ്യങ്ങളുടെ ഒരുപാട് പ്രഷർ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇൻഡയറക്ട്ലി. നമ്മൾ ഡയറക്ട്ലി അത് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അത് ട്രോമറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഷിജുവും സജിതയും ഒരു ഘട്ടത്തിൽ 3 വർഷം കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഡോക്ടറെ കാണാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്, അതേ സംഭവം തന്നെ വേറൊരു ആംഗിളിലാണെങ്കിലും എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളും മനഃപൂർവ്വം കുട്ടി വേണ്ട എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നവരായിരുന്നു. അപ്പോഴും നിങ്ങളുടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അന്വേഷിക്കാമെന്ന് പറയുന്ന റിലേറ്റീവ്സ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര കോമഡിയാണല്ലോ അവിടെ. കാരണം നമ്മളിൽ പ്രശ്നം ഉണ്ടോ എന്ന് അറിഞ്ഞാൽ അവർക്കതൊരു വാർത്ത മാത്രമാണ്, മറ്റൊരാളോട് പറയാനുള്ള ഒരു വാർത്ത മാത്രമാണ്. അല്ലാതെ അതിനപ്പുറം നമ്മളത് ചികിത്സിച്ച് ഭേദമാക്കി ഒരു കുട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ചുമതലയോ ഒന്നുമല്ല, അല്ലേ? അങ്ങനെ ഒരു രീതിക്കാൻ നിൽക്കാം. ഓക്കെ, നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഭേദം ആക്കേണ്ടതാണ്. ഇത് നമ്മുടെ മാത്രം വിഷയമാണ്, പ്രൈവറ്റ് ആയിട്ടുള്ള വിഷയമാണ്. അവിടെ കയറി എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള ചോദിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും കാലത്ത് മനസ്സിലാക്കണ്ടേ എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് അമ്മായി പറയുന്നുണ്ട്, എല്ലാം കൊണ്ടൊരു സന്തോഷത്തിന്.
നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഞാൻ ഇനി പോയി പ്രസവിക്കണമെന്നാണ് സൈദ് ചോദിക്കുന്നത്. അപ്പം ഇവരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം? അപ്പോൾ ആ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രഷർ എന്താന്നുള്ളത് ഞാൻ ജെൻഡർ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് നാട്ടിൻപുറത്ത് മാത്രമാണല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റ് ഞാൻ പിച്ച് ചെയ്യുമ്പോൾ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇപ്പൊ എറണാകുളം സിറ്റിക്ക് അകത്ത് താമസിക്കുന്ന ഫ്ലാറ്റുകൾ താമസിക്കുന്ന രണ്ടുപേരും തമ്മിൽ ചോദിച്ചു എന്ന് ചിലപ്പോൾ അവർ വളരെ അപരിചിതരായിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ എറണാകുളം സിറ്റിക്കകത്ത് ജനിച്ച് വളർന്നുള്ള അവിടെ തന്നെയുള്ള വീടുകളുണ്ട്, അത് നാട്ടിൻപുറമല്ല. അപ്പൊ അതെ, ഫ്ലാറ്റിലും ചോദിക്കാം, ഫ്ലാറ്റിലൊക്കെ ചോദിക്കാം കല്യാണം വല്ലപ്പോഴും മിണ്ടുന്നെങ്കിലും മിണ്ടുന്നത് ഇതിനായിരിക്കും. ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി അമ്മൂമ്മ ഞാൻ ആദ്യമായിട്ട് കണ്ട മോളെ കല്യാണമൊക്കെ ആയി. അല്ല അതാണ്. അപ്പൊ എന്തിനാണ് അവർ ചോദിക്കുന്നത്? അവർക്ക് തന്നെ വലിയ ഇന്ന് അറിഞ്ഞിട്ട് വല്ലതും ചെയ്യൂ ഒന്നുമില്ല, വെറുതെ ഒരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് അവർ മനസ്സിലാക്കാറില്ല. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇതുകൊണ്ടൊക്കെ അവർ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു കണിക എങ്കിലും അവർ ചിന്തിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ചോദിക്കുന്നത് അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമായിട്ട് തോന്നിയ കാര്യമാണ്, അൽത്താഫിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് ഇപ്പം ഭാര്യ ഒന്ന് പോയാൽ തീരാവുന്നതേ ഉള്ളൂ ഭർത്താവിന്റെ സ്വസ്ഥമായ ജീവിതം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് മുൻപ് പെണ്ണൊരുത്തി ഇട്ടിട്ട് പോയായിരുന്നു. അത് തന്നെ ജയജയഹയിലും മുൻപ് ബേസിലിന്റെ അടുത്തും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ്. അത് ശരിക്കും ഞാൻ ചിന്നുനോടാ ചോദിക്കുന്നത്, ഈ ഡയലോഗ് പക്ഷെ ഇപ്പോഴത്തെ സമൂഹത്തിലെ പുരുഷന്മാർ എത്രത്തോളം അംഗീകരിച്ചു തരും? അതിനെങ്ങനെ ആൻസർ ചെയ്യണമെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. അത് ഈ പറയുന്ന നീ പോയാ പോകൂ എന്നല്ലേ പുരുഷന്മാരെ അതിനെ ഒരു ഒറ്റടിക്കുള്ള കമന്റിൽ ആദ്യം വരിക അതായിരിക്കും ശരിക്കും. പക്ഷെ ഐ തിങ്ക് ഒരുപാട് പേർക്ക് ബേസിക് ആയിട്ടുള്ളൊരു നീഡാണ് ഈ പറയുന്ന കമ്പാനിയൻഷിപ്പ്. അത് ഇൻ വാട്ട് എവർ ഫോം, അതിപ്പം പാർട്ട്ണർഷിപ്പിലൂടെയാണ് ഇന്ന് കമ്പാനിയൻഷിപ്പിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ആൾക്കാർ തമ്മിലുള്ള പ്രോബ്ലംസ് എല്ലാം അവർക്ക് ലൈക്ക് എ ലോട്ട് ഓഫ് ടൈംസ് നമ്മൾ തമ്മിലാണോ പ്രോബ്ലം, അതോ നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുകയാണോ വേണ്ടതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളിലായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന വേർപിരിയലും വേറെ കാരണങ്ങൾ അല്ലാത്തത് കൊണ്ടെന്നല്ല ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ഒരുപക്ഷെ ഈഗോ ടേക്സ് ദ ഫ്രണ്ട് സ്റ്റെപ്പ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന ചോദ്യങ്ങൾ വരിക. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ വുഡ് ബി ഓപ്പൺ ഇനഫ് ടു അക്സെപ്റ്റ്. ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ ഹൂ ഈ പറയുന്ന യുനോ അവരുടെ പാർട്ട്ണറുമായിട്ട് വഴക്കിടുകയും അതിനുശേഷം അത് അവരെ ഒരുപാട് അലട്ടുകയും ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഐ കാൺ ആൻസർ ഫോർ മെൻ ഇൻ ജനറൽ. പക്ഷേ അത് അവർ പബ്ലിക്ലി അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് അതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്റേണലി അക്സെപ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ യു പ്രോബബ്ലി വിൽ സേവ് യുവർ റിലേഷൻഷിപ്പ് ആൻഡ് യുനോ ലോട്ട് ഓഫ് ഹാർട്ട് ടേക്ക്. ഈ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ഭർത്താവില്ലാതെ മക്കളില്ലാതെ മറ്റൊരു കുടുംബം ഇല്ലാതെ കുടുംബത്തിന്റെ സപ്പോർട്ടിലാണ് നിലനിൽപ്പില്ലെന്നാണ് ഇതുവരെ വിചാരിച്ചു വെച്ചിരുന്ന കാര്യം. പക്ഷെ അതിൽ നിന്ന് തിരിച്ച് ചിന്തിച്ചു തുടങ്ങുകയാണ്. സ്ത്രീകൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ ഒരു പുരുഷന് കുളിക്കണം കയറുമ്പോൾ തോർത്തെടുത്ത് കൊടുക്കാൻ സ്ത്രീ വേണം, ബ്രഷ് എടുത്ത് കൊടുക്കാൻ ഭാര്യ വേണ്ട ആളുകളുണ്ട്, ഭക്ഷണം വിളമ്പി കൊടുക്കാൻ, ഡ്രസ്സ് തേച്ച് കൊടുക്കാൻ, അങ്ങനെ നിസ്സാര കാര്യങ്ങൾ പോലും സ്ത്രീ ഇല്ലാതെ പറ്റില്ല ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പം നമ്മുടെയൊക്കെ പാരൻസിനെ ആലോചിച്ചാൽ തന്നെ നമുക്കത് വിസിബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് പുരുഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക? ഈ പറഞ്ഞ ഡയലോഗിന്റെ പ്രസക്തി അവിടെയാണ് ചോദിക്കുന്നത്. ഐ തിങ്ക് പേട്രിയാർക്കി എന്ന് പറയുന്ന ഒരു സംഭവം ആക്ച്വലി അത് ആർക്കും ഗുണകരമല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്നത്. ഇപ്പം നമ്മളുടെ ബേസിക് നീഡ്സ് നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല വേറൊരാളില്ലാണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഡിപ്പെൻഡൻ്റ് ആക്കുകയാണ്, നമ്മളെ സ്ട്രോങ് ആക്കുകയല്ല. നമുക്ക് ഈ പറയുന്ന തോർത്തെടുക്കുക, ഷർട്ട് എടുക്കുക, പിന്നെ ബേസിക് സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, അത് റിഗാർഡ്ലെസ് ഓഫ് യുവർ ജെൻഡർ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളെ ശക്തരാക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനത്തെയുള്ള എല്ലാ സമ്പ്രദായങ്ങളും സമ്പ്രദായങ്ങളും നമ്മൾ പുനർപരിശോധിക്കണം എന്നുള്ള അഭിപ്രായത്തിലുള്ള ആളാണ് ഞാൻ. അങ്ങനെ തന്നെയാണോ? ആ ചിന്തയിൽ തന്നെയാണോ ഡയലോഗ് എഴുതുന്നത്? ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ആ പർട്ടിക്കുലർ ഡയലോഗിന്റെ കാര്യം പറഞ്ഞത്, എനിക്ക് എപ്പോഴും തോന്നുന്നത് സ്ത്രീകൾ കുറച്ചും കൂടി മെന്റലി ആണെങ്കിലും ഒക്കെ ഫിസിക്കലി അതെ ഞാൻ പറയും വളരെ സ്ട്രോങ്ങറാണ് പുരുഷന്മാരെക്കാട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് ലൈക്ക് നമുക്ക് ഭയങ്കര ഫ്രജൈലായെന്ന് തോന്നും സ്ത്രീയുടെ, പക്ഷെ അവര് ഭയങ്കര ഡിറ്റർമിനേഷനുള്ള കൃത്യമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ധാരണ
ഉള്ള സ്ത്രീകളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകൾ വളരെ കൃത്യമായിട്ട് അവരുടെ പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നവരെ. കാരണം അവർക്ക് ഇപ്പോൾ ഒരു പുരുഷൻ ഇല്ലെങ്കിലും അവർക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ വിഷമം തോന്നുമെങ്കിലും ഇപ്പോൾ ഒരു ഭർത്താവ് മരിച്ചുപോയി വിഷമം തോന്നും, സ്വാഭാവികമാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നല്ല, അവരത് തരണം ചെയ്യും. പക്ഷെ പലപ്പോഴും പുരുഷന്മാർക്ക് അത് പറ്റുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് പുരുഷന്മാർ ഇമോഷണലി ഒക്കെ വളരെ ഡിപ്പെൻഡഡ് ആണ് സ്ത്രീയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തുറന്ന് പറയാൻ ഈ പറഞ്ഞ സോക്കോൾഡ് ഈഗോ ഒക്കെ ഒന്ന് മറയ്ക്കും. പിന്നെ ഈ എവിടെയോ നമുക്ക് നിൽക്കുന്ന ഒരു ഗൃഹനാഥൻ സിൻഡ്രോം ഉണ്ട്. ഞാനാണ് ഈ വീടിൻ്റെ ആൾ എന്ന് പറയുന്നത്. അത് മാറിയില്ലേ? ഇന്നിപ്പോൾ സ്ത്രീയും പുരുഷനും ഒക്കെ അധ്വാനിച്ച് വീട്ടിലേക്ക് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ തുല്യതയിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ പോലെ ഇത് പുരുഷൻ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുരുഷൻ പഠിക്കണം. എൻ്റെ ഭക്ഷണം, എൻ്റെ കാര്യം, എൻ്റെ സ്വയം നിലനിൽപ്പ് എനിക്ക് നോക്കാൻ പറ്റണം. അതെന്താ വെച്ചാൽ ഈ പാരമ്പര്യമായിട്ട് നമ്മൾ ഈ സാധനം കണ്ട് എനിക്ക് തോന്നാറുണ്ട് ചില ആൺമക്കളെ നശിപ്പിക്കുന്ന അവരുടെ അമ്മമാരാന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതിന് സ്ട്രേറ്റ് ഫോർവേഡ് കാരണം ഇതാണ്, കാണുന്നത് ഇതാണ്. എൻ്റെ അച്ഛന് വേണ്ടി അമ്മ ഏത് നേരവും ചെയ്തു കൊടുക്കും, ഇത് തന്നെയാണ് എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ അത് ഇനിയുള്ള കാലത്ത് ഈ പരിപ്പ് വേവെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ നിന്നൊക്കെ എന്താ വേവു? അല്ല, അച്ഛനും അമ്മയും കാണിക്കുന്നത് ഒരേപോലെ കണ്ടാണല്ലോ മകനും മകളും ഒക്കെ വളരുന്നത്. അതെ. അപ്പൊ ഇവരെ കാണിക്കുന്നത് ഇതാണ്. അതായത് അച്ഛൻ പറയുന്നു അത് തന്നെ അനുസരിക്കുന്ന അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ചില പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഈ മക്കളായിട്ടുണ്ടാവും, എല്ലാം ആയിട്ടുണ്ടാവും, പ്രായം ഏറെ ആയി കഴിയുമ്പോൾ ഭാര്യ ആദ്യം മരിക്കും. ദെൻ ദർ ലൈക്ക് ഇൻ എനിക്ക് ആരും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയ പുരുഷന്മാരെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളൊരു കാര്യം, വളരെയധികം സ്ത്രീയിൽ ഡിപ്പെൻഡഡ് ആണ് പുരുഷൻ. അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പുരുഷൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ വ്യവസ്ഥിതിയിൽ അത് വളരെ, ഞാൻ എല്ലായിടത്തും പറയില്ല, അതൊരു സോകോൾഡ് മെയിൽ ഇഷ്യൂ അല്ല, അത് നമ്മൾ കണ്ട് പഠിച്ച ശീലത്തിന്റെ ഇഷ്യൂ ആണ്. അത് ഒരുപാട് മാറിയ ആൾക്കാരുണ്ട് നമുക്ക്. ആ മാറ്റത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ മാറ്റം നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അപ്പൊ അത് നേരത്തെ ശീലിച്ചാൽ മതി. അവനവന്റെ പാത്രമാണ്, ഇത് ഞാൻ കഴുകി വെക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമല്ലേ. അതെവിടെയോ നമുക്ക് എല്ലാ വീടുകളിലല്ല, കുറെയൊക്കെ മാറുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാൽ ഇത് പക്ഷെ ഐ തിങ്ക് നമ്മുടെയൊക്കെ ജനറേഷനിൽ ഒരു പക്ഷേ ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ. കാരണം ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒറ്റയ്ക്ക് വേറെ സ്ഥലങ്ങളിൽ പോയി ഒറ്റയ്ക്ക് ഹോസ്റ്റലുകളിലോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലൊക്കെ എടുത്ത് താമസിച്ച് വർക്ക് ചെയ്ത് അവർ തന്നെ ബേസിക്സ് ഒക്കെ പഠിച്ചു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ പറയുന്ന പോലെ നമ്മൾ വീട്ടിൽ കണ്ടു വളരുന്ന സാധനം മാത്രമല്ല നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അത് റോങ് ആണെന്ന് നമ്മൾ പഠിച്ചില്ലെങ്കിൽ അതാണ് നമ്മുടെ ശരി. അത് തന്നെ ആയിരിക്കും നമ്മളും കണ്ടിന്യൂ ചെയ്യുന്ന ജനറേഷൻ വൈസ്. അനന്ത് ഫെമിനിസ്റ്റ് ആണോ? എനിക്കറിയണം ഞാൻ ഫെമിനിസ്റ്റ് ആണോ എന്നുള്ളത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ചോദ്യം എങ്ങനെയാണ് ഉത്തരം പറയണമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ സ്ത്രീ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ഫെമിനിസം ഉദ്ദേശിക്കുന്നത് എല്ലാ ജെൻഡറിനും ഈക്വൽ ആയി കാണാന്നുള്ള ഒരൊറ്റ തിയറി ആ ഒരു തിയറിയിലാണെങ്കിൽ എനിക്ക് അങ്ങനെ പറ്റും. ഞാൻ അത്തരം ഒരാളാണ്. എനിക്ക് അത്തരം അങ്ങനെ ഒരു കാര്യം എന്നിൽ നിന്ന് എന്തെങ്കിലും അത്തരത്തിലല്ലാത്തതുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിലൊരു ആ സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്. ചിന്നുവിന്റെ ഒരു പൊസിഷൻ എങ്ങനെയാണ്? സ്ത്രീ ഐ മീൻ ഹ്യൂമൻ ബീങ്സ് ആർ ഓൾ ഈക്വൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് ഫെമിനിസ്റ്റ് ആണ്. അത് ഈ ലോട്ട് ഓഫ് ടൈംസ് പലരും ഫെമിനിസം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ഓടാനുള്ള ഒരു കാരണം ആക്ച്വലി മിസ്ആൻഡ്രി ആണ്. പുരുഷ വിദ്വേഷം, മിസോജിനിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വാക്ക് മിസ്ആൻഡ്രി ആണ്. അപ്പോൾ പലരും മിസ്ആൻഡ്രീനെ ആണ് ഈ പറയുന്ന ഫെമിനിസോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതും അതിനൊരു നമ്മുടെ നാട്ടിൽ സ്പെഷ്യലി ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റാപ്പോ കിട്ടുന്നതിനും കാരണം. അപ്പം ഈ പറഞ്ഞ പോലെ റിഗാർഡ്ലെസ് ഓഫ് യുവർ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ അതിനുള്ളൂ എന്നുള്ളത് ഒരു പക്ഷേ മേ ബി ആഫ്റ്റർ 10-15 years ഇറ്റ് വിൽ ബിക്കം എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഡെഫിനേഷനായി മാറുമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ആ ഉത്തരം പറയാൻ നേരത്തെ. കാരണം ഇപ്പൊ ഒരു ചോദ്യം പറഞ്ഞാലും ഇത് നിർവചിക്കപ്പെടുന്നത് ഏത് രീതിയിലാണുള്ളത് വളരെ ഇഷ്യൂ നടന്നൊരു വാക്കാണ് അത്. അപ്പൊ നമ്മുടെ സിനിമയുടെ കാതലായ വിഷയത്തിലേക്ക് വന്നാൽ കുട്ടി ഉണ്ടാവാതെ പോകുന്ന രണ്ട് വ്യക്തികൾക്ക് എങ്ങനെയാ അവർക്ക് ഒരു പോസിറ്റീവ് വശം എങ്ങനെ ഈ സിനിമ കൊടുക്കാൻ പറ്റുക? നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് ഈ കുട്ടികളില്ലാത്ത ഭാര്യയും ഭർത്താവും രാവിലെ എഴുന്നേറ്റ് കരഞ്ഞോണ്ടിരിക്കുകയല്ല, അവർക്ക് 100,000 കാര്യങ്ങൾ
ചെയ്യാനുണ്ട്. ഒരുമിച്ച് നിന്നാൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. കുട്ടി എന്ന് പറയുന്നത്, ഇപ്പൊ കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ഭാഗം മാത്രമാണ്, അതല്ല ജീവിതം. അപ്പോൾ അതുപോലെ തന്നെ കണക്കാക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞെന്നുള്ളത്. ആ കുഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടതാണെന്ന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ, ഇനി അത് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് അതിനപ്പുറത്തുള്ള വാല്യൂ നമുക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടാണ് അവസാനം ആ ടൈലൻഡിൽ നമ്മൾ എത്തുന്നത്. ഇതിൽ ഇപ്പൊ മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടാണ് അതിൽ വരുന്നത്. മോട്ടിവേഷൻ ചെയ്തതുകൊണ്ട് ഒരാളുടെ ഡിപ്രഷനൊക്കെ അങ്ങ് മാറും എന്ന് പറയുന്നതിൽ ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം പവർ ഉണ്ട് മോട്ടിവേഷന്? ഒരാൾ അടുത്തിരുന്ന് മോട്ടിവേറ്റ് ചെയ്യാന്ന് പറയുന്നതിൽ എത്രത്തോളം പവർ ഉണ്ട്? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് അതിന്റെ വിഷയം. അതായത് ഇപ്പോൾ അപ്പുറത്ത് സുൽത്താനായിരിക്കുന്നു, സുൽത്താനയ്ക്ക് ആവശ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞാലല്ലേ അത് മോട്ടിവേഷൻ ആവുള്ളൂ. എന്റെ കയ്യിൽ ഒരു ടെംപ്ലേറ്റ് മോട്ടിവേഷൻ ഉണ്ട്. അതാണോ ശരിക്കും അതിൽ കാണിച്ചിരിക്കുന്ന പരുന്തിന്റെ സ്റ്റോറി? ആ ഒരു ടെംപ്ലേറ്റിനെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പരുന്തിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണെന്നുള്ള കരുതി കൊണ്ടാണ് ആ മിഡ് ലൈഫ് ക്രൈസിസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നത്. അതാവണം എന്നില്ല. പിന്നെ പരുന്ത് എന്നുള്ള കാര്യം ഞാൻ എടുത്ത് വയ്ക്കാൻ കാരണം, അതായത് നമുക്ക് എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ കുറ്റം പറഞ്ഞു വരും. എല്ലാം നഷ്ടപ്പെടാൻ കാരണം ഇവരൊക്കെയാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ അവിടേക്ക് എത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പഴിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നത്. മറിച്ച് നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഉള്ളിലുള്ള ചില സാധനങ്ങൾ നമ്മളോട് തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് പുറത്തു വരേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. ടു മച്ച് കെയോസ് ആണ് ആ നേരത്ത് നമ്മുടെ തലയ്ക്കകത്ത് ഉള്ളത്. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ വിഴുപ്പും കൊണ്ട് നമ്മുടെ തലയിൽ കൊണ്ടുവച്ചിരിക്കുക. അപ്പൊ ഇതിനെ ഒന്ന് കഴുകി കളഞ്ഞ് വൃത്തിയാക്കി എന്താണ് എനിക്ക് ആവശ്യം എന്ന് ചോദിച്ച് പുറത്തേക്ക് വരാൻ ഞാൻ എന്നോട് തന്നെ ഒന്ന് സംസാരിക്കണം. ഇത് പലപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ മോട്ടിവേഷനൊക്കെ നമുക്ക് ഷിജു തന്നെ അവസാനം പറയുന്നുണ്ട്, ഇതൊക്കെ അവനവൻ തന്നെ ഉണ്ടാക്കേണ്ടതാണ്, അല്ലാതെ വേറെ വല്ലവരും പറഞ്ഞിട്ട് വരുന്നത് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. നമുക്ക് കിട്ടുമായിരിക്കും ഒരു ചെറിയ നേരത്തേക്കുള്ള ഒരു 5 മിനിറ്റ് പില്ല് നമുക്ക് കിട്ടുമായിരിക്കും, ഒരു ഗുളിക ഉണ്ടാവുമായിരിക്കും. അതിനപ്പുറത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളത്രയും നമ്മളെക്കുറിച്ച് ഒബ്സർവ് ചെയ്യാൻ, നമ്മൾ ബാക്കിയുള്ളവരെ ഒബ്സർവ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മളെ ഒബ്സർവ് ചെയ്താൽ ഒരുപക്ഷെ കുറച്ചും കൂടി സ്റ്റേബിൾ ആവാൻ പറ്റുന്നതാണ് ഞാൻ കരുതുന്നത്. ചോദിക്കാൻ കാര്യം, മുൻപൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഈ മോട്ടിവേഷണൽ വീഡിയോസിന്റെ എണ്ണം ഭയങ്കരമായി കൂടുതലായിരുന്നു. അതിന് ആളുകളുണ്ടെന്ന് അറിഞ്ഞിട്ട് അത് കണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിന് എന്താ റിലീഫ് ഉണ്ടാവുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അത് തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട്. പക്ഷെ ഇപ്പോൾ അത് മനസ്സിലാക്കുന്നു, ഇത് വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യമാണ്, ഇങ്ങനെ കുറേ സംസാരിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞതിന്റെ എണ്ണം കുറയുന്നുണ്ട്. തോന്നിയിട്ടുണ്ടോ അത്? ഐ തിങ്ക് ഇടയ്ക്ക് ഞാൻ വായിച്ചിട്ടുള്ളൊരു വാക്കാണ് മോട്ടിവേഷൻ പോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം അതേ പരിപാടി തന്നെയായിരുന്നു. ചുമ്മാ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഉള്ളിൽ മോട്ടിവേഷൻ ഉണ്ടോ? ഇല്ല, ഉള്ളിലൊരു അഗാധ ഗർത്തം മാത്രം. അപ്പോൾ ഐ തിങ്ക് ഈ പറയുന്ന കുറച്ച് പേര് അവിടെ ഇരുന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇപ്പം നമ്മളെ ഉപദേശിക്കാൻ വന്നാൽ നമ്മൾ ആ ഉപദേശം കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. പിന്നെ മെൻ്റൽ ഹെൽത്തിന് ഈ പറയുന്ന ഒരുപാട് മെൻ്റൽ ഹെൽത്തിനെ കെയർ ചെയ്യാനായിട്ട് ഇന്ന് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരുപക്ഷെ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമായിരിക്കാം മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസ് എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അതിൻ്റെ അടിയിൽ ഗ്രൗണ്ട് വർക്കിന് ഒരുപാട് കാര്യങ്ങൾ ആർ അവൈലബിൾ ടുഡേ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് കുറച്ച് മോട്ടിവേഷൻ വീഡിയോ മാത്രം കേട്ട് ഇരുന്നത് കൊണ്ടൊന്നും നമ്മുടെ ഈ പറയുന്ന ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ ഈസ് എ മെഡിക്കൽ കണ്ടീഷൻ ദാറ്റ് നീഡ്സ് ടു ബി ദാറ്റ് നീഡ്സ് മെഡിക്കൽ അഡ്വൈസ്. അപ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് ഈ രാവിലെ ഗുഡ് മോർണിംഗ് ഒരു പുഷ്പവും ഇതൊക്കെയുള്ള ഹാർട്ടൊക്കെയുള്ള ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇഷ്ടമുള്ള പോലെ ദേ ലൈക്ക് വാച്ചിങ് ആൻഡ് ഹിയറിങ് മോട്ടിവേഷൻ സ്റ്റാഫ് ആൻഡ് മേ ബി ഇറ്റ് മോട്ടിവേറ്റ്സ് ദെം. പക്ഷേ അത് ഇറ്റ്സ് നോട്ട് എ പിൽ ദാറ്റ് ഫിറ്റ്സ് എവറിബഡി. വീഡിയോസിനേക്കാൾ അപ്പുറം നമ്മുടെ ചുറ്റുപാടിലുള്ള, ഇപ്പം നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളിൽ നിന്ന് പോലും നീ അങ്ങനെ വിഷമിക്കാൻ മാത്രം കാര്യമൊന്നുമില്ല എന്നുള്ള ഡയലോഗുകളുണ്ടല്ലോ. അത് ശരിക്കും നമ്മുടെ വിഷയം എന്താണെന്ന് അറിഞ്ഞിട്ടായിരിക്കില്ലല്ലോ അങ്ങനെ ഒരു സമാധാനിപ്പിക്കൽ നടക്കുന്നത്. ശരിക്കും പോസിറ്റീവ് വേയിലായിരിക്കും അവർ നമ്മളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം റിഫ്ലക്ട് ചെയ്യുമായിരിക്കും നമ്മുടെ ഗുണകരമായി? അതിപ്പോ ഈ വിശേഷമായില്ലെന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു കാര്യമാണത്. അതായത് ഞാൻ കരുതുന്നത് എല്ലാവർക്കും അവനവന്റെ പ്രശ്നം വലുതാണ്. അതിനെ മറ്റൊരാൾ കുറച്ച് കാണുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും അയാളെ ഹേർട്ട് ചെയ്യും. അത് കുഴപ്പമില്ല, ആൾക്ക് ശരിയാവും എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടായിരിക്കാം. പക്ഷെ അത് നിനക്കാണ്, എൻ്റെ പ്രശ്നം എനിക്ക് വലുതാണ്. നമ്മൾ ആ മൈൻഡ് സെറ്റിലായിരിക്കണം. പിന്നെ അയാൾ പറഞ്ഞതിലേക്ക് എത്താൻ പറ്റും. നമ്മൾ കുറച്ച് ദൂരമൊക്കെ സഞ്ചരിച്ചിട്ട് വേണം അത് എത്താൻ, ഇതിലേക്ക് എത്താൻ. അപ്പോൾ വൺസ് ഒക്കെ ശരിയാവും എന്ന് പറയുന്നിടത്ത് ഈ പരിപാടി ചിലപ്പോൾ പാളും, നല്ല പാളൽ പാളും.
അപ്പോൾ ശരി, ആ പറഞ്ഞത് കൊണ്ട് എന്റെ ഡിപ്രഷനൊക്കെ പോയി. ഇനി എന്താ വേണ്ടത്? അത് സംഭവ്യമാണെന്ന് എനിക്ക് തോന്നണില്ല. അത് പിന്നെ ചില നേരത്തെ നമ്മൾ അപ്പുറത്തുള്ള ആളെ, ഈ വിഷമിച്ചിരിക്കുന്ന ആളോട് ഇത് പറഞ്ഞിട്ട് അപ്പുറത്തുള്ള ആളെ വിഷമിപ്പിക്കേണ്ട വെച്ചാൽ അയാൾ ഒന്നും കൂടി മിണ്ടാതിരിക്കും. അങ്ങനെ കാരണം ഇതും കൂടി ഒരു ബേർഡൻ ആയിട്ട് മാറുന്ന അവസ്ഥയൊക്കെ പിന്നീട് ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നണില്ല അങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് മാറുന്ന വിഷമങ്ങളാണ് അത്തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ എന്നുള്ളത്. അത് അയാള് ഹീൽ ചെയ്ത് വരേണ്ട ഒരു കാര്യമായിരിക്കും. തിയേറ്ററിൽ എത്രത്തോളം സാധ്യത സിനിമയ്ക്ക് കാണുന്നുണ്ട്? തിയേറ്ററിൽ വളരെ നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ആളുകൾ ഒരു കണ്ടന്റ് നല്ലതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആർട്ടിസ്റ്റ് എന്നുള്ളത് ഒക്കെ മാറ്റി വെച്ച് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ മുഖാന്തരം, ഇപ്പൊ നമ്മുടെ സിനിമയൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പറഞ്ഞു വരിക എന്നുള്ളതാണ്, വന്ന് കാണുന്നുള്ളതാണ്. അപ്പൊ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞ് വരും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഈ സിനിമ തിയേറ്റർ വാച്ചാന്ന് പറയാൻ കാരണം, ഇതിനകത്തുള്ള എഡിറ്റ് പാറ്റേൺ മുതൽ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് തിയേറ്ററിക്കൽ അപ്രോച്ചിൽ തന്നെയാണ്. അതൊരു OTT അപ്രോച്ചിലല്ല നിൽക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളത് കൊണ്ട് അത് തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിന്റെ ഹോൾസം പിക്ചർ നമുക്ക് കിട്ടുക. അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കും തിയേറ്ററിൽ തന്നെ വരണം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയിട്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു.